കോട്ടയത്തിന്റെ പൗരാണിക ശേഖരങ്ങളുടെ കലവറയായി മാറുകയാണ് കുമാരനല്ലൂർ. കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്ത താളിയോല ശേഖരം 300 വർഷത്തെ ചരിത്ര രേഖകൾ വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷമാണ് ക്ഷേത്രത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലകൾ കണ്ടെടുത്തത്. കോട്ടയം കുമാരനല്ലൂർ ക്ഷേത്രത്തിനുള്ളിലെ അറയിൽ നിന്ന് 2024 ഫെബ്രുവരിയിലാണ് ബൃഹത്തായ താളിയോല ശേഖരം കണ്ടെടുക്കുന്നത്. ചിന്നിച്ചിതറിയ നിലയിൽ 37,200 താളിയോലകളാണ് അറയ്ക്കുള്ളിൽ നിന്ന് കിട്ടിയത്. വിദഗ്ധരുടെ സഹായത്തോടെ താളിയോല ശേഖരം ക്ഷേത്രമധികൃതർ വീണ്ടെടുത്ത് സംരക്ഷിച്ചു. ഓലകൾ വൃത്തിയാക്കിയ ശേഷം തരംതിരിച്ച് വോളിയമുണ്ടാക്കി. വരും തലമുറയ്ക്കും പഠനത്തിനു വേണ്ടി താളിയോല ലിഖിതങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയ ക്ഷേത്രമധികൃതർ ക്ഷേത്രത്തിന് സമീപത്തുള്ള നെൽപ്പുര മാളിക പുനരുദ്ധരിച്ച് മ്യൂസിയമാക്കി. ക്ഷേത്രത്തിലെ ദൈനംദിനി ഭൂമിയുടെ വരുമാന രേഖകൾ, വിവിധ വിവരങ്ങൾ, പുരാണ ഗ്രന്ഥങ്ങൾ എന്നിവയെല്ലാമാണ് ലഭ്യമായ ഓലകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പല ലിഖിതങ്ങളും ഇനിയും വായിക്കാൻ സാധിച്ചിട്ടില്ല. 300 വർഷങ്ങൾ മുമ്പ് വരെയുള്ള ലിഖിതങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഒരു അറയുണ്ട് ഇതിനകത്ത്. നമ്മുടെ ഭണ്ണാരമൊക്കെ എണ്ണുന്ന സ്ഥലത്തിൻ്റെ മേളിലായിട്ട് ഒരു അറയിൽ നിന്നാണ് ഇതുപോലെ. അവിടെ ഒരുപാട് പഴയ പുരാവസ്തു സാധനങ്ങളൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. അന്നേരം അതിൻ്റെ കൂടെയാണ് ഇതുപോലെ ഒരു വലിയ ശേഖരമായിട്ട് ഈ താളിയോലകൾ കണ്ടെത്താൻ സാധിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രേഖകളുണ്ട്. അതായത് പേപ്പറിൽ എഴുത്ത് തുടങ്ങുന്ന വരെയുള്ള ഈ ഓലയിൽ നാരായം കൊണ്ട് എഴുതുന്ന ആ കാലം വരെയുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മ്യൂസിയം ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പുരാലിഖിതങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസുകളും ഇവിടെ സംഘടിപ്പിക്കുന്നു. താളിയോല ശേഖരത്തിനൊപ്പം നെൽപ്പുര മാളികയും കാഴ്ചക്കാരെ ആകർഷിക്കുന്നതാണ്. പരമ്പരാഗത നിർമ്മാണ ശൈലിയിൽ തീർത്ത മാളികയും ഉൾവശവും കാഴ്ചയ്ക്ക് പ്രത്യേക ഭംഗിയാണ്. മ്യൂസിയത്തിൻ്റെയും പഠനകേന്ദ്രത്തിൻ്റെയും പ്രവർത്തനം പൂർണ്ണതോതിൽ സജ്ജമായി കഴിയുന്നതോടെ കോട്ടയത്തിൻ്റെ പുരാവസ്തു ഗവേഷണ കാഴ്ചാ കേന്ദ്രമായി കുമാരനല്ലൂർ മാറും എന്നുറപ്പാണ്. ചരിത്രത്തെ അറിയുവാനും പഠിക്കുവാനും ഇഷ്ടമുള്ളവർക്കുള്ള മികച്ച പഠനകേന്ദ്രമാണ് കോട്ടയം കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ഈ നെൽപ്പുര മാളിക. ഇവിടെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചരിത്ര ശേഖരം ഗവേഷകരെയും പഠിതാക്കളെയും മാത്രമല്ല സാധാരണക്കാരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. കോട്ടയത്ത് നിന്നും S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.